ഖബർ എന്ന ലോകമല്ലേ ആദ്യത്തെ ലോകം. അവിടെ കൊണ്ടുവച്ചാൽ അന ബൈത്തുദ്ദൂദ്, ഞാൻ പുഴുക്കളുടെ വീടാണ് എന്ന് ഖബർ വിളിച്ചു പറയും. ഞാൻ ഇരുട്ടിന്റെ വീടാണ്, ഞാൻ ഏകാന്തതയുടെ വീടാണ്, ഞാൻ ഏകാന്തതയുടെ വീടാണ്. ഇവിടെ ഇരുട്ടാണ്. ഈ ഖബർ എന്ന ലോകത്ത് രക്ഷപ്പെടാൻ നമുക്ക് നമ്മുടെ കയ്യിൽ എല്ലാ മഗ്രിബിന് ശേഷവും ഒരു തബാറക സൂറത്ത് ഓതാൻ നമുക്ക് കഴിയണം. SSFന്റെ മുഴുവൻ ക്യാമ്പുകളിലും സുംറകളിലുമെല്ലാം ആദ്യം തന്നെ തബാറക ഓതിപ്പിക്കണത്, കാലം എത്ര കഴിഞ്ഞാലും മെമ്പർഷിപ്പ് എത്ര എടുത്താലും ഇല്ലെങ്കിലും മരണം വരെ മോനെ തബാറക പതിവാക്കണേ എന്ന് ലക്ഷക്കണക്കിന് കൂട്ടുകാരെ കേരളത്തിന്റെ മണ്ണിൽ പഠിപ്പിച്ച പ്രസ്ഥാനമാണ് SSF. നിങ്ങളൊന്ന് SSFന്റെ കൂട്ടുകാര് നടത്തുന്ന സുംറയിലേക്കൊന്ന് പങ്കെടുത്തു നോക്കൂ. പ്രിയപ്പെട്ട പ്രസ്ഥാന നേതാക്കളെ, ഒന്ന് പങ്കെടുത്തു നോക്കൂ. വട്ടം കൂടിയിരുന്ന് MDMഉം ലഹരിയും നുണഞ്ഞുകൊണ്ടിരിക്കുന്ന കൗമാര പ്രായത്തിലുള്ള കുട്ടികളതാ ഇപ്പുറത്തേതെങ്കിലും ഒരു വീട്ടിലിരുന്നു കൊണ്ട് അവർ ഈ ആക്രമ ബൈത്ത് ചൊല്ലുകയാണ്. അവർ തബാറക്കല്ലദീ ബിയദിഹിൽ മുൽക്ക്, തബാറക സൂറത്ത് ഓതുകയാണ്. അല്ലാഹുമ്മ സ്വല്ലി അലാ, അവര് സ്വലാത്ത് ചൊല്ലുകയാണ്. SSF കഴിഞ്ഞ 50 കൊല്ലം കൊണ്ട് എന്തുണ്ടാക്കി എന്ന് ചോദിച്ചാൽ എടുത്തു പറയത്തക്ക വിധത്തിൽ കെട്ടിടങ്ങളില്ല, കുറെ കേന്ദ്രങ്ങൾ നമുക്കില്ല, അധികാരങ്ങളിൽ സ്വാധീനങ്ങളില്ല. പിന്നെന്താണ് SSF ഉണ്ടാക്കിയത്? ലക്ഷക്കണക്കിന് SSFന്റെ പ്രവർത്തകർ എല്ലാ മഗ്രിബിന് ശേഷവും തബാറക ഓതുന്നവരാണ്. അവർക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള മഹബ്ബത്ത് ഹൃദയം കൊണ്ട് ഏറ്റെടുപ്പിച്ചത് SSFന്റെ ക്യാമ്പുകളാണ്. ഉമ്മമാരെ, നമ്മളെ മക്കൾ സുന്നത്ത് ജമാഅത്തിന്റെ പ്രസ്ഥാനക്കാരാവണം. SSF കഴിഞ്ഞാൽ SYSൽ സജീവമാവണം. അതൊക്കെ നമ്മളുടെ മക്കൾ അതിലൊക്കെ ഉണ്ടാവണം. അതെന്തിനാണെന്ന് ചോദിച്ചാൽ, ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ 6 അടി മണ്ണിലേക്ക് എത്തിയാൽ 6 അടി മണ്ണാകുന്ന മണ്ണറ മണിയറയാക്കി തരാൻ എന്റെ മോന്റെ ആയിരക്കണക്കിന് കൂട്ടുകാരുണ്ടാവണം. അത് ഒരു അവകാശവാദമല്ല. ബാസിത്ത് സഖാഫി എന്ന പൊന്നുമോന് ഖബറിലെത്തുമ്പോൾ കേരളത്തിന്റെ ഓരോ ഏരിയകളിൽ നിന്നും ദുആ ചെയ്ത് ഖൈറാത്തുകൾ ചെയ്ത് ഹദിയ ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? ബാസിത്ത് സഖാഫിയുടെ ബ്രാക്കറ്റിൽ അതാ SSFന്റെ സെക്ടർ ഫിനാൻസ് സെക്രട്ടറി എന്ന സ്ഥാനം കാണുന്നു. അത് വേറെ എവിടെയും ബോധ്യപ്പെടുത്താനുള്ള സ്ഥാനമല്ല, ലക്ഷക്കണക്കിന് തഹ്ലീൽ കിട്ടാനുള്ള ഒരു സ്ഥാനമാണ്. ഇതാണ് നമ്മുടെ മക്കളിൽ ഉണ്ടാവേണ്ടത്. അതാണ് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മഹാനായ ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു അവിടുത്തെ ഇഹ്യാ ഉലൂമുദ്ദീനിൽ പറയുന്നു. ഇഹ്യാ ഉലൂമുദ്ദീനിൽ എഴുതി വെക്കുന്നതാണ്, നമ്മളെ മക്കൾ നന്നാവാൻ ഏറ്റവും പ്രധാനമായിട്ട് ചെയ്യേണ്ടത് സുയാനത്തുൻ അൻ ഖുറനാഇസ് സൂ, അവർക്ക് മോശം കൂട്ടുകാരുണ്ടാവാൻ പാടില്ല. നമ്മളെ മക്കളെ കൂട്ടുകാര് മുഴുവനും നല്ല കൂട്ടുകാരായി തീരണം. SSFകാരുടെ SYSകാരുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്താ? അവരുടെ അഖീദ ഓക്കെയാണ് എന്നുള്ളതാണ്. അവരുടെ അല്ലാഹുവിലുള്ള വിശ്വാസം ഓക്കെയാണ്. അവർ അല്ലാഹുവിന്റെ ഹബീബായ തങ്ങളെ വിശ്വസിക്കുന്നത് ഓക്കെയാണ് എന്നുള്ളതാണ്. അഖീദ ഓക്കെയായ നൂറുകണക്കിന് സദസ്സുകളിൽ നമ്മുടെ മകന് പങ്കെടുക്കാൻ പറ്റും. എങ്ങനെ? അവർ SSFകാരാകുമ്പോൾ, SYSകാരാകുമ്പോൾ. അല്ലാഹു നമ്മുടെ മക്കളെ സ്വാലിഹീങ്ങളാക്കട്ടെ.